ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കോട്ടക്കിന്റെ ക്യാഷ് ബാക്ക് പ്ലസ് ക്രെഡിറ്റ് കാർഡാണ്. അത് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കാർഡ് ഇപ്പോൾ എനിക്കൊന്ന് ഉച്ചയ്ക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാർഡ് ഡീറ്റെയിൽസ് ഞങ്ങളൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു കവറിലാണ് ഇപ്പോൾ കോട്ടക്കിന്റെ നിങ്ങൾക്ക് പുതിയ എംബ്ലോഗ് നിങ്ങൾക്ക് അറിയും. അപ്പോൾ ഇതിലാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇത് അത്യാവശ്യം നമുക്ക് ക്യാഷ് ബാക്ക് ഒക്കെ തരുന്ന ഒരു കാർഡാണ്. 5% ക്യാഷ് ബാക്ക്, 3% ക്യാഷ് ബാക്ക്, അങ്ങനെയൊക്കെ ഡീറ്റെയിൽസ് തരുന്ന ഒരു കാർഡാണ്. ഇത് കുറെ പേർക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. നോർമൽ ഇതിന്റെ പ്രൈസ് വരുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു വരാം. നമുക്ക് ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക് ഫൈനാൻസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. jmg.banksupportort. നിങ്ങൾക്ക് അതുകൂടെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസ് ഒക്കെ അപ്ലൈ ചെയ്യാം. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മറക്കണ്ട, ചെക്കൗട്ട് ചെയ്താൽ മതി. എല്ലാ ക്രെഡിറ്റ് കാർഡിന്റെയും ലോൺസിന്റെ ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ. അപ്പോൾ ആദ്യം തന്നെ കാർഡ് കാണിച്ചു തരാണെങ്കിൽ ഞാൻ എൻ്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഒരു കാർഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒരു മറച്ചിട്ടിട്ട്, അപ്പോൾ ഞാൻ എന്താ പറയാ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് മറിച്ചിട്ട് കാണിച്ചു തരാം. എനിക്ക് 20th ആണ് നമുക്ക് എവരി മന്ത് വന്നേക്കുന്നത്. അതുപോലെ തന്നെ 2,10,000 സംതിങ് ആണ് ലിമിറ്റും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ കാർഡ് കാണിച്ചു തരാനാണെങ്കിൽ കാർഡ് ഞാൻ എടുത്തിട്ടില്ല ഇതുവരെയായിട്ട്. ഇങ്ങനത്തെ ഒരു കാർഡാണ് നമുക്ക് വന്നേക്കുന്നത്. കണ്ടു, ഒരു ഫുള്ളി റെഡ് ആയിട്ടുള്ള ഒരു ക്യാഷ് ബാക്കിന്റെ മുകളിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഒരു ബേസിക് ക്വാളിറ്റി എന്നാ പറയാറുള്ളൂ, വലിയ ഭയങ്കര കിടിലൻ ക്വാളിറ്റി ഒന്നും പറയാനില്ല. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് ഇത് ആക്ച്വലി നമ്മുടെ കോട്ടക്കിന്റെ അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള, നിങ്ങളിപ്പോൾ 81 അക്കൗണ്ട് ഉപയോഗിക്കുന്നെങ്കിൽ കോട്ടക്ക് 81 അക്കൗണ്ട് ത്രൂ തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ക്യാഷ് ബാക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരു ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. 5% ക്യാഷ് ബാക്ക് ആണ് ഓൺലൈൻ ഫുഡ് ഡെലിവറീസും ഗ്രോസറീസും എന്റർടൈൻമെന്റും ആണ്. അതായത് നിങ്ങൾ പടം കാണുമ്പോഴും ഗ്രോസറീസ് പർച്ചേസ് ചെയ്യുമ്പോഴും ഫുഡ് ഡെലിവറി ചെയ്യുമ്പോഴും സ്വിഗ്ഗി സൊമാറ്റോക്കാണ് 5% ക്യാഷ് ബാക്ക് കിട്ടും. 3% ക്യാഷ് ബാക്ക് ഓൺ ഫ്യൂവൽ സ്പെൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പ്ലസ് 1% ഫ്യൂവൽ സർചാർജും കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്യൂവൽ കവറായിട്ട് വേണമെങ്കിൽ സാധനം ഉപയോഗിക്കാം. പിന്നെ ബാക്കി എല്ലാ എലിജിബിൾ സ്പെൻസിനും 0.5% ആണ് കേട്ടോ. അപ്പോൾ അത് 0.5 ഉള്ളൂ. നോർമലി ബാക്കി എല്ലാ 100% കിട്ടാറുണ്ട്. പക്ഷേ 0.5 ഉള്ളൂ കേട്ടോ. അത്രയാണ് നമുക്ക് ഇതിലത്തെ പേപ്പർ ഡീറ്റെയിൽസിലൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവരുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫുള്ള് കാണാൻ പറ്റും. എക്സ്ട്രാ ആയിട്ട് നമുക്കിത് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ കോട്ട ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. പിന്നെ ആക്സിലറേറ്റഡ് ക്യാഷ് ബാക്ക് എന്ന സംഭവം ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് 5% ഓൺലൈൻ ഗ്രോസറി, ഫുഡ് ഡെലിവറി, ഓൺലൈൻ എന്റർടൈൻമെന്റ്. പിന്നെ ക്യാഷ് ബാക്ക് ബേസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നമുക്ക് അൺലിമിറ്റഡ് 0.5 ക്യാഷ് ബാക്ക് ആണ് അത് എലിജിബിൾ സ്പെൻസിന് വരുന്നത്. റൂപേ വരുന്നത്, അതുകൊണ്ട് തന്നെ UPI ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് എന്താ പറയാ, അത് ഈ 1.5% ക്യാഷ് ബാക്ക് ഉണ്ടല്ലോ, അതെല്ലാം എല്ലാ ട്രാൻസാക്ഷനും കിട്ടില്ല. അത് കുറച്ച് അവരുടെ നോർമലി ഉണ്ടാവുന്ന പോലെ തന്നെ എക്സ്ക്ലൂഷൻസ് വേറെ വരുന്നുണ്ട്. അത് അവരുടെ വെബ്സൈറ്റിൽ അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്യാഷ് ബാക്ക് എന്തിനൊക്കെ കിട്ടില്ല എന്നവരും പറഞ്ഞിട്ടുണ്ട്. അതായത് റെന്റിന് കിട്ടില്ല, B2B ട്രാൻസാക്ഷന് കിട്ടില്ല, യൂട്ടിലിറ്റീസ്, ഇൻഷുറൻസ്, എഡ്യൂക്കേഷൻ, ഗവൺമെന്റ്, വാലറ്റ് റോളിംഗ്, ഓൺലൈൻ സ്കിൽ ബേസ്ഡ് ഗെയിമിംഗ്, EMI നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടില്ല. പിന്നെ ക്യാഷ് ബാക്ക് ഏൺഡ് ഓൺ ഐസൊലേറ്റഡ് സ്പെൻസ് വിൽ ബി ക്യാപ്ഡ്. അതായത് ഒരു മാസത്തിൽ 750 രൂപയാണ് മാക്സിമം ക്യാഷ് ബാക്ക് ഒരു ക്യാപ്പിംഗ് വെച്ചേക്കുന്നത്. ഒരു റിവാർഡ് പോയിന്റ് ആണ് കിട്ടുക. ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 1 രൂപയാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ ഇതിന്റെ എക്സ്പയറി എന്ന് പറയുന്നത് ക്യാഷ് ബാക്കിന്റെ അല്ലെങ്കിൽ റിവാർഡ് പോയിന്റ് എക്സ്പയറി എന്ന് പറയുന്നത് 1 ഇയർ ആണ്. അതിനുള്ളിൽ നിങ്ങൾ അത് മാറ്റിയിരിക്കണം. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഇത്രയാണ് നമുക്ക് എന്താ പറയുക കോട്ട ക്യാഷ് ബാക്ക് പ്ലസ് ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ് കാണുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് അതുപോലെ തന്നെ എലിജിബിലിറ്റി അനുസരിച്ച് നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പിൻകോഡ് അടിച്ച് നോക്കിയിട്ട് നമുക്ക് എലിജിബിലിറ്റി നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്തായാലും കോട്ടക്കിന്റെ വേറെ ക്രെഡിറ്റ് കാർഡുകളുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡയറക്റ്റ് വേണമെങ്കിൽ കൊടുക്കാൻ ഡ്രസ്സിലൊക്കെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാമല്ലോ. ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്ത് കിട്ടാൻ കുറച്ച് പാട്. അതുകൊണ്ടാണ് നമ്മുടെ റെഫറൽ ലിങ്ക് കൊടുക്കാൻ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ ചെക്കൗട്ട് ചെയ്താൽ മറക്കണ്ട, ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഫോളോ ചെയ്യാൻ മറക്കണ്ട. കമന്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമന്റും പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത കാണാം.